നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ചുള്ള ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ചർച്ചകളിൽ. ഇപ്പോൾ ഒരു ട്രോളും എല്ലാവരും കണ്ടു കാണും. കഴിഞ്ഞ ദിവസം ഹെലിപാഡിൽ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ ചെളിയിൽ പുതഞ്ഞ സമയത്ത് അത് തള്ളുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ, വ്യോമസേന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ട്രോളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസും ചർച്ചകളിൽ ഇടം നേടുന്നത്. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറാണ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആചാര ലംഘനമുണ്ടായെന്നും ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തിയെന്നും സ്റ്റാറ്റസിലുണ്ട്. ഈ സ്റ്റാറ്റസിലെ പല വാദങ്ങളും നിലനിൽക്കുന്നില്ല. രാഷ്ട്രപതിയുടെ യാത്രയെക്കുറിച്ച് ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. മതിയായ അനുമതികളും വാങ്ങി അതിനുശേഷമാണ് യാത്രാ പദ്ധതി തയ്യാറാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ചർച്ചയാകുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാടും നിർണായകമാണ്. ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും VIP പരിഗണന നൽകരുതെന്നും വാഹനത്തിൽ മല കയറ്റരുതെന്നും ഹൈക്കോടതി വിധിയുണ്ട്. ഇതെല്ലാം ലംഘിച്ചു യൂണിഫോം ഇട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ 18-ാം പടി ചവിട്ടി. ആചാര ലംഘനം അറിഞ്ഞിട്ടും കോൺഗ്രസും BJPയും നാമജപയാത്ര നടത്തിയില്ല. ഇത് പിണറായി വിജയനാണെങ്കിൽ എന്താകും പുകിൽ? അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ലെന്നും രാഷ്ട്രീയമാണെന്നും സ്റ്റാറ്റസിലുണ്ട്. ട്രെയിൻ യാത്രക്കിടെ വാട്സപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആകുകയായിരുന്നുവെന്നാണ് ഡിവൈഎസ്പി പറയുന്നത്. ഏതായാലും ഈ സ്റ്റാറ്റസിൽ വിശദീകരണം തേടും. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താഴ്ന്ന വിവാദം ചർച്ചയാകുമ്പോഴാണ് ഈ സംഭവം. എല്ലാ അർത്ഥത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ളിൽ നിന്ന് ആചാരം പാലിച്ചായിരുന്നു രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം. രാഷ്ട്രപതിയുടെ ചിത്രം ഭക്തി സാന്ദ്രമായിരുന്നു. ആ ഫോട്ടോയിലുള്ള എല്ലാവരും തൊഴുകൈകളോടെ നിൽക്കുന്നു. എന്നാൽ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി കൈ നിവർത്തിയിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഇതെല്ലാം ചർച്ചയാകുന്നതിനിടെയാണ് മറ്റൊരു വാദവുമായി ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എത്തുന്നത്. അതായത് രാഷ്ട്രപതിയെ വിവാദമാക്കുന്ന ക്യാപ്സ്യൂൾ വിതരണവും നടന്നുവെന്ന് വ്യക്തം. ആദ്യമായി ശബരിമലയിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഇരുമുടിക്കെട്ടുമായി 18-ാം പടി കൈപിടിച്ച് കയറ്റിയത് ADC ആയ സ്ക്വാഡ്രൺ ലീഡർ സൗരഭ് S. നായർ ആയിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ സൗരഭ് രാഷ്ട്രപതിയുടെ ഓഫീസിലെത്തിയിട്ട് 1 വർഷമാകുന്നു. ശബരിമല സന്ദർശിക്കാൻ രാഷ്ട്രപതി തീരുമാനിച്ചതോടെ കേരളത്തിലേക്ക് അനുഗമിക്കാനുള്ള നിയോഗം സൗരഭിലേക്ക് എത്തുകയായിരുന്നു. പമ്പയിൽ നിന്നും കെട്ടുനിറച്ച ശേഷമാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. രാഷ്ട്രപതി കെട്ടുനിറച്ചപ്പോൾ ദക്ഷിണ എടുത്തുകൊടുത്ത ശേഷം പൂജാരിക്ക് കൈമാറാനായി പറഞ്ഞത് സൗരഭാണ്. പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിലായിരുന്നു യാത്ര. കാനനപാതയിലൂടെയുള്ള യാത്രയിൽ ഓരോ സ്ഥലത്തെ പറ്റിയും സൗരഭ് രാഷ്ട്രപതിയോട് വിശദീകരിച്ചു. ഉച്ചയ്ക്ക് 11:45 രാഷ്ട്രപതി സന്നിധാനത്തെത്തി. സൗരഭ് രാഷ്ട്രപതിയെ കൈപിടിച്ച് 18-ാം പടി കയറ്റി. ഇടയ്ക്ക് അല്പനേരം നിന്ന ശേഷം രാഷ്ട്രപതി വീണ്ടും പടികൾ കയറി. ക്ഷേത്രത്തിന് മുന്നിലെത്തിയ രാഷ്ട്രപതിക്ക് ആചാരങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതും സൗരഭാണ്. മേൽശാന്തി തീർത്ഥം നൽകിയപ്പോൾ അത് കുടിക്കാനായി സൗരഭ് പറയുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും സൗരഭ് വിവരിച്ചു. മരുമകൻ ഗണേഷ് ചന്ദ്ര ഹോംബ്രോ, PSO വിനയ് മാത്തൂർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വാവരുസ്വാമിയുടെ നടയിലും രാഷ്ട്രപതി എത്തി. ശബരിമലയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും രാഷ്ട്രപതി മനസ്സിലാക്കിയിരുന്നു. ഓഫീസിലുള്ള മലയാളി ഉദ്യോഗസ്ഥരാണ് ഇതിന് സഹായിച്ചത്. ഇരുമുടിയെടുത്ത് 18-ാം പടി ചവിട്ടി അയ്യപ്പനെ തൊഴുത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്ത് തന്ത്രി പൂർണ്ണകുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്ക് പത്തനംതിട്ടയിൽ നിന്നും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോയി. ശബരിമലയിൽ എത്തുന്ന 2ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. രാവിലെ 8:40 പത്തനംതിട്ട പ്രമാടം സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ എത്തിയ രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലേക്ക് പോയി. പമ്പ സ്നാനത്തിന് ശേഷം കറുത്ത വസ്ത്രമണിഞ്ഞ് ഗണപതി കോവിലിൽ നിന്ന് ഇരുമുടി നിറച്ചാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. പ്രത്യേക വാഹനത്തിൽ 11:45 ശബരിമലയിലെത്തി. അംഗരക്ഷകൻ സൗരഭ് S. നായർ, PSO വിനയ് മാത്തൂർ, രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചാന്ദ്ര എന്നിവരും ഇരുമുടി കെട്ടുമായി രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടായിരുന്നു. കൊടിമരച്ചുവട്ടിൽ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. അയ്യപ്പനെ തൊഴുത് ഇരുമുടി സമർപ്പിച്ച് തീർത്ഥവും പ്രസാദവും സ്വീകരിച്ചു. ആരതി ഒഴിഞ്ഞതല്ലാതെ മറ്റു വഴിപാടുകളൊന്നും നടത്തിയില്ല. തുടർന്ന് മാളികപ്പുറത്തും നാഗാക്ഷേത്രത്തിലും മണിമണ്ഡപത്തിലും നവഗ്രഹ ക്ഷേത്രത്തിലും ദർശനം നടത്തി. താഴെയിറങ്ങി വാവരെയും കണ്ടു തൊഴുതു. ദേവസ്വം ബോർഡ് കുമ്പിൾ തടിയിൽ കൊത്തിയ അയ്യപ്പ ശില്പം ഉപഹാരമായി സമർപ്പിച്ചു. ദർശനം പൂർത്തിയാക്കി 12:45 മലയിറങ്ങി. 2:30 പമ്പയിൽ നിന്ന് തിരിച്ച് പത്തനംതിട്ടയിലെത്തി. ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോയി. VV ഗിരിക്ക് ശേഷം അരനൂറ്റാണ്ട് ഇപ്പുറമാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത്. ഏതായാലും ശബരിമലയിൽ എത്തുന്നതിന് മുൻപ് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും
വിമർശനങ്ങളും വിവാദങ്ങളിലാണ്. ഇത് വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് തെറ്റുകളില്ല, കൃത്യമായി തന്നെയാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ന്യായീകരണമാണ് നിരത്തുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ എത്തി ചില ചിത്രങ്ങൾ രാഷ്ട്രപതി തന്നെ തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതും അത് ചിലത് പിൻവലിക്കേണ്ടി വരുന്നുണ്ട്. അത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ചില ചിത്രങ്ങൾ അവിടെ എക്സ് പോസ്റ്റിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇനിയും 2 ദിവസത്തെ പല പരിപാടികളായിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും തിരിച്ച് ഡൽഹിക്ക് പോവുക. ഇനി കോട്ടയം കുമരകത്തൊക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ചില സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ഇനി അത്തരത്തിലൊരു സുരക്ഷാ പാളിച്ച സംഭവിക്കരുത് എന്ന് കരുതിയായിരിക്കാം കോട്ടയത്തടക്കം വൻ പോലീസ് സന്നാഹമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്ന പരിപാടികളിലെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്.